ഹലോ മച്ചാനെ, നമുക്ക് ഈ ബെൽറ്റിൻ്റെ ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് റിബൺ എങ്ങനെ ഈസി ആയിട്ട് മാറാൻ ഞാൻ കാണിച്ചു തരാമേ. ഞാൻ കാണിച്ചു തരുമ്പോൾ ഇത് ഇത്ര എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമായ ടൂളെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. ഈ ഒരു ഇങ്ങനെ നമുക്ക് വണ്ടിയിൽ നിന്ന് അഴിക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക്. അപ്പം നമ്മൾ ഇത് ഈ വണ്ടിയിൽ ഈ സീറ്റ് ബെൽറ്റ് ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ കറക്റ്റ് പൊസിഷനാണ് ഇത് വലിച്ചാൽ കിട്ടും, ഇത് തിരിച്ച് വലിച്ചാൽ വരും. പക്ഷേ ഇപ്പം ഇത് വലിച്ചാൽ വരുന്നില്ല, ഇത് വണ്ടിയെ കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വലിച്ചാൽ വരും. അപ്പം അങ്ങനെ വലിച്ചാൽ വരുന്നതാണെങ്കിൽ നമ്മൾ വലിച്ചിങ്ങ് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു പരിപാടിയുണ്ട്. ഇതിന് ഈ രണ്ട് സൈഡുണ്ട്. ഈ രണ്ട് സൈഡിൽ കോഷൻ ഡു നോട്ട് റിമൂവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഊരരുത്. അത് സ്പ്രിങ്ങാ ബുമ്മെന്ന് പറഞ്ഞത് തെറിച്ചിങ്ങ് പോരും കേട്ടോ. രണ്ടാമത്തെ സൈഡ് ഇത് രണ്ടാമത്തെ സൈഡ്. ഈ സൈഡ് നമ്മൾ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പിങ്ങ് പോരും. അടപ്പിങ്ങ് പോരുമ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം ഇത് നമ്മൾ വലിക്കുമ്പോൾ ലോക്ക് ആകുന്നത് ഉണ്ടോ? ഇപ്പത്തേല ഇത് ലോക്ക് ആകുന്നത് ഉണ്ടോ? നമ്മൾ ഈ ലോക്ക് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും. അപ്പം നമ്മളിത് ഫുള്ള് വലിച്ചെടുക്കണം. വലിച്ചെടുക്കുമ്പോൾ ഇത് ആക്ഷൻ വരും, സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. അപ്പം ഇതിന് അതില്ല. ഇതിന് സ്പ്രിങ്ങിന് നമുക്ക് വർക്കിന് വന്നാൽ കേട്ടോ. അതുകൊണ്ടാണ് ഇതില്ലാത്തത്. അല്ലെങ്കിൽ ഇത് റിട്ടേൺ പോകും ഞാൻ കൈ വിട്ട് കഴിയുമ്പോൾ. ഇത് ഫുള്ള് ഇങ്ങനെ വലിച്ചെടുക്കണം. ഫുള്ള് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ പോർഷൻ വരും. ഇടയ്ക്കിടയ്ക്ക് ഇത് പിന്നെ ലോക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫുള്ള് പോകുന്നു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഇതുകൊണ്ട് ഇതിൻ്റെ എൻഡ് ഇതാ കേട്ടോ. ഇതാ ഇതിൻ്റെ എൻഡ് വരുന്നത്. നമ്മൾ സാധാരണ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും പോകാൻ വലിച്ചിട്ട് ഇവിടുന്ന് വല്ല കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ തടിപ്പ് വരും. ആ തടിപ്പ് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ലോക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ തിക്നെസ് വന്ന് ഇവിടെ ലോക്കാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റൗണ്ട് കുറവേ നമുക്ക് ബെൽറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് അതിനേക്കാളും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇത് ഇവിടുന്ന് തള്ളിയാച്ചാൽ മതി. ഇത് തള്ളുമ്പോൾ ഇത് ഇപ്പുറം വഴി വരും. അത് നമുക്ക് പറ്റും. നമുക്ക് അതെങ്ങനെയാണോ നമുക്ക് എപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പ്രിങ്ങാണ് നമ്മളിങ്ങനെ ഇത് തിരിച്ച് കറങ്ങി പോവാതെ കൈകൊണ്ട് പിടിച്ചോണ്ട് വേണം അത് ചെയ്യാൻ വേണ്ടി കേട്ടോ. വലിയ കട്ടിയൊന്നുമില്ല, എന്നാലും നൈസായിട്ട് ചെറിയൊരു കട്ടിയുണ്ട്. അപ്പോൾ ഞാനിതുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഇതിന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇവിടുന്ന് അകത്തോട്ട് തള്ളുക. അകത്തോട്ട് തള്ളുമ്പോൾ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവറിന് തള്ളി കൊടുത്താൽ മതി. ഇതുണ്ടോ ഈ ഒരു പോർഷൻ, ഈ ഒരു എൻ്റെ വെളിയിലേക്ക് വന്നു. അപ്പോൾ ഈ എൻ്റെ ശകലം വലിച്ചെടുക്കുക. ഈ ഒരു സംഭവമാണ് എൻ്റെ ലോക്ക്. ഇത്രേ ഉള്ളൂ സംഭവം. ഈ ലോക്ക് ജസ്റ്റ് ഇങ്ങനെ തള്ളി കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് വരും. ഈ ഒരു പ്ലാസ്റ്റിക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്പ്രിങ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് റിട്ടേൺ പോകും. നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു ആക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ആക്ഷൻ നമ്മളെങ്ങനെ ഒരു കൈ കൊണ്ടോ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു പോകട്ടോ. എന്നിട്ട് ഇത് അതേപോലെ തന്നെ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങി പോരും. ഇതിങ്ങി പോന്നു കഴിയുമ്പോഴത്തേക്കും ഈ സ്പ്രിങ് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവറോ എല്ലാം കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഇരുന്നോളൂ. പിന്നെ നമുക്ക് ഇതിനിട്ട് പണിയില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റിൻ്റെ അകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറണം, ഈ ബെൽറ്റിനകത്ത് ഇത് കയറണം, ഈ ഒരു ഭാഗം കയറണം. അതുപോലെ തന്നെ ഈ ഒരു ഇതുണ്ട്. അത് നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ ബെൽറ്റിൻ്റെ കൂടെ കിട്ടും ഇത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി, ലോക്കാ. അത് ഞാൻ കാണിച്ചു തരാമേ. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ഇത് കീറി എടുത്തിട്ട് ഈ സാധനം എടുക്കണം. ഇത് കീറി എടുത്തിട്ട് ഈ സാധനം ഇത് വണ്ടിയെ ഫിറ്റ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ പുതിയ ബെൽറ്റ് നമ്മളെടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യിക്കണം. അതായത് നമ്മുടെ ഈ ലോക്ക് കയറാൻ പാകത്തിന് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഒരു 3 ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു സൈഡ്. അത് ഇതൊന്ന് ജസ്റ്റ് കയറി കിടക്കാൻ വേണ്ടി. ഇതാ ലോക്ക്. മറ്റേ എൻഡ് ഈ ഒരു ഇതിൻ്റെ അകത്തോടി കയറി ഒരു ചെറിയ മടക്കി ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യുക. ഈ 2 പരിപാടിയുള്ളൂ. അപ്പം നമ്മൾ ഈ സാധനങ്ങൾ, ഈ 2 ഐറ്റംസ്, 2 സാധനങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കയറ്റി ഇടുക. അപ്പുറം ഇപ്പുറം സ്റ്റിച്ച് ചെയ്യുക. വേറെ ഒരു പരിപാടിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാധനം അത് താഴെ നിന്ന് ഈ ഒരു അളവ്, ഈ സാധനം കൂടി കയറിപ്പോയാലും കുഴപ്പമില്ല. ഈ ഒരു അളവിൽ എവിടെയെങ്കിലും ഈ സാധനം ലോക്ക് ചെയ്ത് ഈ സാധനം ഞാൻ കാണിച്ചു തരാമേ. ഉണ്ടോ? ഇത് ഇങ്ങനത്തെ ഒരു ലോക്കാണ്. ഞാൻ വേറെ കാണിച്ചില്ല.
പുതിയ മേടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊരു ബട്ടൺ കിട്ടും. ആ ബട്ടൺ ചെറിയൊരു ഹോൾ ഇടുക, ഇത് അപ്പുറം ഇപ്പുറം കയറ്റി സിമ്പിളാണ്, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പിന്നെ ഇത് തയ്ക്കാനുള്ള നൂലും നമ്മൾ ആ റിബൺ മേടിക്കും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും കേട്ടോ. അപ്പം ഈ സംഭവം ഈ മെഷീൻ്റെ അകത്തുനിന്ന് ഇത് ഊരിയെടുത്തിട്ട് ഈ ബെൽറ്റ് നോക്കി നമ്മൾ പുതിയ റിബൺ അതേപോലെ ചെയ്താൽ അത് വലിയ ടാസ്ക് പിടിച്ച പരിപാടിയൊന്നുമല്ല. പിന്നെ അതിന് ശേഷം ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഊരിയെടുത്ത പോലെ നമ്മൾ എങ്ങനെയാണോ ഊരിയെടുത്തത് അതുപോലെ തന്നെ തിരിച്ച് ഇതിപ്പം കാണിച്ചു തരാം. ഇത് വെടി വെക്കുക, നമ്മൾ എന്നിട്ട് നമ്മൾ ലോക്ക് ആ സ്പ്രിങ് പോകാതെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ ഊരിയെടുക്കുക നമ്മൾ പിടിച്ചോണം. എന്നിട്ട് അതുപോലെ തന്നെ ഇതിലും കൂടി നമ്മൾ എങ്ങനെയാണോ ഊരിയെടുത്ത് അതേപോലെ തന്നെ ഇത് തിരിച്ചിടുക. തിരിച്ച് സ്ക്രൂ ഡ്രൈവർ പതുക്കെ തള്ളിയപ്പോൾ ഇത് അകത്തോട്ട് കയറി പോകോളും. പ്രസ് ചെയ്തിട്ട് ഇങ്ങെടുക്കുക. നമ്മൾ ഊരിയെടുത്ത അതേ ലോക്ക് തന്നെ തിരിച്ച് അതിനകത്ത് കയറ്റുക. അത് കയറ്റിയിട്ട് ഇത് വലിക്കുന്ന സമയത്ത് ഇത് ലോക്കാണ്. പിന്നെ നമ്മളിത് ഇതിന് സ്പ്രിങ് ഇല്ലാത്തതുണ്ടോ, സ്പ്രിങ് ആണെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇതിൽ കൈ വിടുന്ന സമയത്ത് തന്നെ ഇത് ഫുള്ളായിട്ട് അകത്തോട്ട് പോകും. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങി അകത്തോട്ട് പോകും. പിന്നെ നമ്മളിത് കൊണ്ട് വണ്ടിയെ കൊണ്ട് വെച്ചാൽ മതി. ഇപ്പം സീറ്റ് ബെൽറ്റ് ഇപ്പം അടുത്ത് നമ്മളൊരു വീൽ ചെയ്യാൻ പോകുന്ന ഒരു കിഡിലം പ്രോഡക്റ്റ് കേട്ടോ. എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, വണ്ടി ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പക്ഷേ ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലാവരും അതിന് വേണ്ടി കുറച്ച് പൈസയും മുടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പരിപാടി. അടുത്തത് നമ്മൾ അതാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.